നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ ഗാന്ദവാനി നിയോജക മണ്ഡലത്തിൽ അവിടുത്തെ ജനപ്രതിനിധിയാണ് കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള ഉമംഗ് സിംഗാർ. നിലവിൽ മധ്യപ്രദേശിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവാണ്. ഏറ്റവും ജനകീയനായ കോൺഗ്രസിലെ ഇപ്പോഴത്തെ വ്യക്തികളിൽ ഒരാളാണ് ഉമംഗ് സിംഗാർ. അദ്ദേഹം നടത്തി വരുന്ന പ്രക്ഷോഭ രീതികൾ തീർച്ചയായും 22% വരുന്ന ആദിവാസി വിഭാഗങ്ങളെ ഏകോപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും SC ST വോട്ടുകൾ കഴിഞ്ഞ ഏറെക്കാലമായി കോൺഗ്രസിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് BJPക്ക് അനുകൂല ഘടകമായി മാറുകയാണ്. പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയിലെ SC ST മേഖലകൾ, സംവരണ മണ്ഡലങ്ങളുടെ കാഴ്ച നോക്കിയാൽ അത് വലിയ തോതിൽ BJPയിലേക്ക് ഷിഫ്റ്റായി മാറുന്നുണ്ട്. നമുക്കറിയാം, ഒഡീസയിൽ മോഹൻ ചരൺ മഞ്ജി എന്ന നേതാവാണ് അവിടെ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായ്, ഇവരൊക്കെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും വരുന്ന വ്യക്തികളാണ്. അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അവർ ST വിഭാഗത്തിൽ നിന്നും വരുന്നതായിക്കൊണ്ട് തന്നെ BJP പറയുകയാണ്, ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ അത്യുന്നത ശ്രേണിയിലേക്ക് പോലും സംവരണ മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഞങ്ങൾ ട്രൈബൽ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ പിന്തുണയ്ക്കുന്നു. ഈ ഒരു കൃത്യമായ ഒരു നിരീക്ഷണം BJPയുടെ അജണ്ട എന്നത് ചാതുർവർണ്ണ്യമാണെങ്കിൽ പോലും അവർ നടത്തി വരുന്ന ഈ പുറംപൂശ് അത് ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. മധ്യപ്രദേശിൽ ഭരണം നഷ്ടപ്പെടാൻ കാരണമായത് കമൽനാഥിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 160 മേളിൽ സീറ്റിലേക്ക് BJP ഉയർന്നതും കോൺഗ്രസിൻ്റെ ടാലി 70 താഴേക്ക് പോയതും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോഴും കൃത്യമായി ഉമംഗ് സിംഗാർ എന്ന നേതാവിനെ പ്രതിപക്ഷ നേതാവാക്കിയത് വഴി കൃത്യമായി മധ്യപ്രദേശിൽ ഒരു സന്ദേശം കൊടുക്കുകയാണ്, പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസ്സിന് കഴിയും എന്നത്. ഉമംഗ് സിംഗാർ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കമൽനാഥ് നടത്തുന്ന പോലെയുള്ള നാടകീയ നീക്കങ്ങളൊന്നുമല്ല. ഏറ്റവും മികവാർന്ന രീതിയിൽ മധ്യപ്രദേശിൽ മോഹൻ യാദവ് എന്ന മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങളെയും അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും തുറന്നടിച്ച് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29 സീറ്റും BJP തൂത്തുവാരി എന്ന് ഓർമ്മിക്കണം. അവിടെ നിന്നും ഇപ്പോൾ ഏകദേശം ആ മട്ടും ഭാവമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ്സിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് അവരുടെ ടീം ലീഡർഷിപ്പിൻ്റെ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി യുവ നേതൃത്വത്തിന് കഴിയുന്നു എന്നുള്ളതാണ്. ഉമംഗ് സിംഗാർ ആ പദവി ഏറ്റെടുക്കുമ്പോൾ 2023 ആ പദവി ഏറ്റെടുക്കുമ്പോൾ 48 വയസ്സായിരുന്നു. ഇപ്പോൾ അദ്ദേഹം 51 വയസ്സായിരിക്കാൻ. അദ്ദേഹത്തിന് മികവാർന്ന രീതിയിൽ ആ പോരാട്ട വീര്യം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അധികാരത്തിലേക്ക് അതല്ലെങ്കിൽ വലിയ ഒരു അട്ടിമറി നീക്കത്തിലേക്ക് പോകാൻ മധ്യപ്രദേശ് തയ്യാറാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോഴും കടൽക്കിഴവന്മാരായി ദിഗ്വിജയ് സിംഗും ഈ പറയുന്ന കമൽനാഥും ഒക്കെ അധികാരത്തിന് വേണ്ടി അവിടെ കടിപിടി കൂടിയാൽ അത് നാമാവശേഷമാവുകയും ചെയ്യും.